എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. കാറ്ററിംഗ് കോഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് 1ാം സമ്മാനം വാങ്ങിത്തന്ന ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ്. മത്സരത്തിലേക്ക് ഈ ഒരു പാചകം ചെയ്തപ്പോൾ ഇതിൻ്റെ ഗ്രേവിയിലേക്ക് അരമുറി നാളികേരവും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 50 ഗ്രാം കാഷ്യൂസും കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ കുറച്ച് എണ്ണയിൽ നല്ല പോലെ ഫ്രൈ ചെയ്ത് അരച്ച് ഗ്രേവിയിൽ ചേർത്തിരുന്നു. ഇന്നത്തെ പാചകത്തിൽ ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ അതുകൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ഒന്നുകൂടെ ടേസ്റ്റൊക്കെ കൂടുന്നതാണ്. ഈ ഒരു വീഡിയോ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. വീഡിയോ കണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും, ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2.5 കിലോ അളവിലാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. ചിക്കൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതിനായിട്ട് ചിക്കൻ്റെ ആ ഒരു ചോര വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം ഉപ്പുവെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ മുക്കി വെച്ച് കഴുകി കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുകയും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് ചിക്കനിലേക്ക് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ടാണ്. നാരങ്ങ നീരില്ലെങ്കിൽ തൈര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടി ചേർക്കാം. പെരിഞ്ചീരകപ്പൊടി ചേർക്കുമ്പോൾ അധികം പൊടിഞ്ഞു പോവാതെ വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടും. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. 1 സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ ബിരിയാണി മസാലപ്പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഇനി കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ തന്നെ ചതച്ച കുരുമുളക് പൊടി കൂടെ ആവശ്യമായിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ചിക്കന് നല്ലൊരു മയം കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത കൈകൊണ്ട് നല്ലതുപോലെ തിരുമിയൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം തന്നെയും ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടണം. അതിനായിട്ട് കൈകൊണ്ട് 1 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കളറൊക്കെ ചേർത്തിട്ട് കളർഫുൾ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലേക്ക് അധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കാതെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ടും. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അരമണിക്കൂർ നേരം ചിക്കനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ സവാള കൂടെ കട്ട് ചെയ്തെടുക്കണം. 1/2 കിലോ ചിക്കന് ഞാനിവിടെ ഒരു 12 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള സവാള വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് 12 സവാള എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 6 സവാള എടുത്താൽ മതിയാകും. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സവാളയിൽ നിന്നും നമുക്ക് കുറച്ച് ഗാർണിഷിനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഈ സവാള എല്ലാം തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മളിന്ന് പൊരിച്ച സവാള കൊണ്ടാണ് ബിരിയാണി മസാല തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കാറ്ററിംഗ് കോഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1ാം സമ്മാനം കിട്ടിയ ചിക്കൻ ബിരിയാണി വീഡിയോ ആണ്. എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നല്ല പോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ കോഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സവാളയുടെ ആ ഒരു പൊള്ളൽ ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതുമാണ്. ഇനി കഴുകിയെടുത്ത സവാള നമുക്ക് എണ്ണയിലേക്ക് വാരിയിട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ലെയറുകളായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് സവാള പൊരിച്ചു തുടങ്ങാം. പൊരിച്ചെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാനിന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യവും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് തയ്യാറാക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല സ്വാദൊക്കെ കിട്ടുന്നതും. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോ പിടി സവാളയും വാരിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. അതുപോലെ തന്നെ സവാള മുരിയിച്ചെടുക്കുമ്പോൾ വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുന്നതിനായിട്ട് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്.
ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും ഉടൻ തന്നെ കോരി മാറ്റാവുന്നതാണ്. ഇനി ഉടൻ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ സവാള ഞാനിവിടെ എല്ലാം നല്ല പോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. നല്ല ഗോൾഡൻ കളറിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ തുടങ്ങാം. രണ്ട് വശവും ഒരുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം മുരിയിക്കാതെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചിക്കനിലേക്ക് അധികം മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു തരി പോലും കരിയാതെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. 12 പച്ചമുളകും 2 ബോൾ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ അളവില് സജീരകവും 1 സ്പൂൺ അളവില് പെരിഞ്ചീരകവും 8 കറിയാമ്പൂ 2 ബേ ലീഫ് 1 തക്കോലവും 10 ഏലക്കയും 1 ടീസ്പൂൺ അളവില് കുരുമുളകും 3 കഷ്ണം കറുവപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകും വെളുത്തുള്ളിയും മസാലകളെല്ലാം കൂട്ടിച്ചേർത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചു വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 150 ഗ്രാം അളവില് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ചേർത്ത് ബിരിയാണി ഗ്രേവി തയ്യാറാക്കുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് 5 തക്കാളിയാണ്. തക്കാളി നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ചിക്കൻ പൊരിച്ചതിന് ശേഷം ചിക്കനിൽ നിന്നും ഇത്രയും എണ്ണ ഞാനൊന്ന് മാറ്റിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബിരിയാണി റൈസിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതേ എണ്ണ വെച്ച് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ചതച്ച കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ചേർത്ത് മുരിയിച്ചെടുക്കാം. മസാലകളും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. മസാലകളൊക്കെ നല്ലവണ്ണം മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള നല്ല വെന്ത് കുഴഞ്ഞ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ മസാല പുരട്ടി വെച്ചപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി പാകാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3 സ്പൂൺ അളവില് ബിരിയാണി മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ചിക്കന്റെ അളവിനനുസരിച്ചായിരിക്കണം മസാലപ്പൊടികൾ ചേർക്കേണ്ടതും. ബിരിയാണി മസാലപ്പൊടി നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ വഴറ്റി പാകാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവില് തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും. ഇനി തൈരും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല നല്ലതുപോലെ വഴണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒനിയൻ കൂടെ ചേർക്കാം. ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള ഒനിയൻ മാറ്റി വെച്ചതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കേണ്ടതും. ഞാനിവിടെ ഇത്രയും അളവിലാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒനിയനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതേ പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. കൂടെ തന്നെ ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഈ ബിരിയാണി ഗ്രേവിയിലേക്ക് അജിനമോട്ടോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 2 സ്പൂൺ അളവിൽ നെയ്യും 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ല സ്വാദൊക്കെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ചിക്കൻ്റെ ഗ്രേവി അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ അടുപ്പിൽ നിന്നും മാറ്റിയതിന് ശേഷം മറ്റൊരടുപ്പിലേക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസും വേവിച്ചെടുക്കാം. റൈസ് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കലയടപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കലത്തിൽ 3/4 ഭാഗത്തോളം വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ആദ്യമേ 2 ബേ ലീഫ് ചേർക്കാം. കൂടെ തന്നെ സജീരകം 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി വെള്ളത്തിലേക്ക് 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു 6 കറിയാമ്പ് ചേർക്കാം. കൂടെ തന്നെ ഏലക്കയും ആവശ്യമായിട്ടുണ്ട്. ഒരു സ്റ്റാർ കൂടെ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണയും അതിനുശേഷം കലം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം.
നേരത്തെ തന്നെ 1.5 കിലോ ബിരിയാണി റൈസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ അരമണിക്കൂർ നേരം കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്ന് വന്നപ്പോൾ വെള്ളമെല്ലാം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്കാണ് വാരിയിട്ട് കൊടുക്കേണ്ടത്. അരി മുഴുവനും വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ റൈസിന് ഒരു 80% മാത്രം വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരി ഇപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 1/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ചോറ് നിരത്തി കൊടുക്കാം. ഇനി ഒരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മസാലയാണ് ആദ്യം നിരത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തുകൂടെ കൊടുക്കാം. ഗ്രേവി പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിലായിരിക്കണം നിരത്തി കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ മേലെയായിട്ട് വെള്ളത്തോടു കൂടി തന്നെയാണ് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ റൈസ് ഇതുപോലെ ഊറ്റിയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുത്തും ചെയ്യാവുന്നതാണ്. ബിരിയാണി ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് തെറ്റിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. റൈസ് മസാലയിലേക്ക് കോരി നിരത്തി കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് റൈസ് വേവിച്ച കഞ്ഞിവെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ റൈസ് അടുപ്പിലേക്ക് തന്നെ മാറ്റാം. അടുപ്പിലേക്ക് മാറ്റിയ റൈസിന്റെ മേലെയായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത സവാള കൂടെ ചേർക്കാം. ഇനി ഇതിന്റെ മേലെയായിട്ട് ബിരിയാണി മസാല 1 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. അതിനുശേഷം തവി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഹോൾസിന്റെ മേലെയായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ടും. പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. പൈനാപ്പിൾ എസൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മൂടി അടച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാൻ വെച്ചു കൊടുക്കുമ്പോൾ ഒരു തട്ടം അടിയിൽ വെച്ചതിന് ശേഷമായിരിക്കണം പാത്രം അതിന്റെ മേലെ കയറ്റി വെക്കേണ്ടത്. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമുക്ക് മൂടി തുറന്ന് നോക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ മേലെയുള്ള ചോറൊന്ന് നമുക്കൊന്ന് വെട്ടി മാറ്റാം. അതിനുശേഷം മസാല ചോറ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ മസാലയും ചോറും കൂടി ചേർന്ന് ബിരിയാണി കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. മുകളിലത്തെ ചോറ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് 2 കഷ്ണം പീസുകളും അതിന്റെ മേലെയായിട്ട് മസാല കലർന്ന റൈസും അതിന്റെ മേലെയായിട്ട് പ്ലെയിൻ റൈസ് കൂടിയാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടതും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഞാനിവിടെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഈ ഒരു ക്രിസ്മസ് നാളിൽ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.